ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ മുടിയുടെ കുറച്ച് ഭാഗങ്ങളോട് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു ഔട്ട്ലൈൻ ഈ ഒരു ബ്ലൂ കളറും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അത്ര വരച്ചിരിക്കുന്നത്. അത് നമ്മൾ ആദ്യം ആ ഒരു ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ രണ്ടാമതായിട്ട് നമ്മൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മുടി വരയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കളർ ആദ്യം ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വേണം നമ്മൾ കറുത്ത പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പം നമ്മളതുപോലെ തന്നെ അത് ഇത്ര ഭാഗം ചെയ്തേക്കുന്ന അതേ രീതി തന്നെയാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ആദ്യം ഒരു കളർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ രണ്ടാമത് ബ്ലാക്ക് പെൻസിൽ വെച്ച് വരയ്ക്കുക. അപ്പോൾ ഇതിന് മുമ്പിലത്തെ 2 പാർട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പാർട്ട് നമ്മൾ ഷെയ്ഡിങ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ പാർട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഷെയ്ഡിങ്ങിൻ്റെ ആ ഒരു ഭാഗം, ആ ഒരു പാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് കളർ പെൻസിൽ ഡ്രോയിങ് ആയിക്കോട്ടെ, നമ്മൾ സാധാരണ ഡ്രോയിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഷെയ്ഡിങ്ങാണ് മിക്കപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പം ഷെയ്ഡിങ് നമുക്ക് ആ ഒരു വരച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുറേ നാളത്തെ പ്രാക്ടീസ് കൊണ്ടായിരിക്കും നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട് സാധിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം നമുക്ക് ഇതിന് വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഷെയ്ഡിങ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് സാധാരണ ഡ്രോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഷെയ്ഡിങ്ങിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ, അതായത് നമ്മൾ ആ ഒരു ഫോട്ടോയെ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു കളറ്, ആ ഒരു കളർ കിട്ടാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഷെയ്ഡിങ് ചെയ്യണം ഇതിൻ്റെ അകത്ത്. കാരണം ഓരോ ലെയറായിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്കിൻ കളർ ആദ്യം ആഡ് ചെയ്യുക, അതിൻ്റെ മുകളിൽ കൂടെ രണ്ടാമത് ബ്രൗൺ കളർ ആഡ് ചെയ്യുക, അങ്ങനെ ഓരോ കളറും ആഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്താണ് ആ ഒരു ഫോട്ടോയിലുള്ള കളർ നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിലേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രത്തോളം സമയം നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുടി വരയ്ക്കുമ്പം ഇതിൻ്റെ അകത്ത് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നെറ്റിയുടെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ആ ഒരു മുടി ഭാഗത്തൊക്കെ കുറച്ച് ലൈറ്റ് ചെയ്യുന്ന ഏരിയാസ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുത്താൽ മതി. അതായത് നമ്മൾ ആദ്യം ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിൽ രണ്ടാമത് ആ ഒരു കറുത്ത പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പം ആ ഒരു ഭാഗത്ത്, അതായത് ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകാതിരിക്കുക. ആ ഒരു ബ്ലൂ കളർ കുറച്ചൊന്ന് എടുത്ത് നിൽക്കുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ ഏകദേശം നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തും അതിൻ്റെ തൊട്ട് താഴോട്ട് വരുന്ന ഭാഗത്തൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം അത് ഞാനിപ്പോൾ വരച്ച് വെച്ചേക്കുന്ന ആ ഭാഗത്താണ് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നത്. അതായത് കുറച്ച് ലൈറ്റായിട്ടുള്ള ഹെയർ വരുന്ന അവിടെയാണ്. അപ്പം നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗത്താണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, അതായത് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുടി വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എത്ര കണ്ട് നമ്മൾ ആ ഒരു കറുത്ത പെൻസിൽ ഉപയോഗിച്ച് വരച്ചാലും നമുക്ക് ആ ഒരു നല്ല കടുപ്പമുള്ളൊരു കറുപ്പ് അവിടെ കിട്ടുന്നില്ല. അപ്പം എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു കാര്യം ഇതാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതായത് ചില പെൻസിൽ ഉപയോഗിക്കുമ്പോഴാണോ അതോ പൊതുവെ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് കമൻറ്റ് ചെയ്ത് അറിയിക്കാനുള്ള കാര്യം പറഞ്ഞത്. അപ്പം എല്ലാവർക്കും അങ്ങനെയാണോ നമുക്കറിയേണ്ടത്, അതുകൊണ്ടാണ്. പിന്നെ നമ്മളും കളർ പെൻസിൽ ഡ്രോയിങ് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പം ഓരോ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വരുന്നുള്ളൂ നല്ലത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നേരിട്ടു. അപ്പം ഷെയ്ഡിങ്ങിലാണെങ്കിൽ പോലും എനിക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷേ ഈ ഒരു കറുത്ത പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു കടുപ്പം കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടായത്. അതുകൊണ്ട് ഞാനിപ്പം ആ വരച്ചതിൻ്റെ മുകളിൽ തന്നെ നല്ല രീതിയിൽ ഒന്ന് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതായത് നല്ല രീതിയിൽ പെൻസിൽ ഒന്ന് അമർത്തി പിടിച്ചിട്ട് ആ ഒരു കറുത്ത നിറം അവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനി കഴുത്തിൻ്റെ ഭാഗമൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ പിന്നെയുള്ള ഡ്രസ്സിൻ്റെ വർക്കാണ്. അപ്പം അതും അതേപോലെ തന്നെ ആ ഒരു കളർ അതേപോലെ തന്നെ എടുത്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതായത് ഈ ഫോട്ടോ എങ്ങനെയാണോ അതുപോലെ തന്നെ മാക്സിമം ഡ്രോയിങ്ങും അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു റെഡ് കളർ എൻ്റെ കയ്യിൽ ആർട്ട്ലൈൻ്റെ പെൻസിൽ ഇരിപ്പണമെന്ന് എനിക്ക് തോന്നുന്നു. എടുത്ത് നോക്കിയിട്ട് വരയ്ക്കണം. അതായത് നമുക്ക് ഈ ഒരു സെറ്റിൽ ആ ഒരു കളറൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സ്കിൻ കളറാണ് കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളേഴ്സും ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. ഇതിൻ്റെ എല്ലാ കളറും കൂടെ ഉള്ള സെറ്റാണെങ്കിൽ നമുക്ക് 2000 രൂപ ഒക്കെ ആവും. അപ്പം നമുക്കത് താങ്ങത്തില്ല. അതേസമയം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്കിൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റ് വാങ്ങുക. എന്നിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കളേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോംസോ ആർട്ട്ലൈനോ എല്ലാം വാങ്ങിയാൽ മതി. അപ്പോൾ ഇതിനാണെങ്കിൽ പോലും 800 സംതിങ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കളർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് സ്കിൻ കളർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ മുടിയുടെ ഭാഗങ്ങളെല്ലാം വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്.
അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ സ്കിൻ കളർ തന്നെ ആദ്യം അപ്ലൈ ചെയ്യാൻ ശേഷം അതിൻ്റെ മുകളിൽ രണ്ടാമതായിട്ട് നിങ്ങൾ ബ്രൗൺ കളർ അപ്ലൈ ചെയ്യുക. അപ്പം സ്കിൻ കളർ നമുക്ക് ഒരു ലെയർ ഒന്നും കൊടുത്താൽ പോരാ, ഒരു കുറേ ലെയർ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് ആ ഒരു കളർ കിട്ടുന്നോടം വരെ നിങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ ഫോട്ടോയിൽ നോക്കുക, ഈ ഒരു ഭാഗത്ത് കൂടുതലും ഷാഡോസ് വരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കൂടുതലായിട്ടും ഷെയ്ഡിങ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡ് നമുക്ക് അവിടെ കൂടുതലായിട്ടും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ആദ്യം സ്കിൻ കളർ നമ്മൾ ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തിട്ട് ഇനി രണ്ടാമതായിട്ട് നമ്മൾ ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് കട്ടി കൂട്ടി കൊടുക്കുക ഷെയ്ഡിങ്. അപ്പം ഒരു കുറച്ച് ലെയർ കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഡ്രസ്സിൻ്റെ ആ ഒരു വർക്കാണ്. അത് എൻ്റെ കയ്യിലുള്ള ആർട്ട് ലൈൻ്റെ റെഡ് കളർ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന അത്രയും കടുപ്പത്തിലൊന്നും ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളും നിങ്ങളുടെ കഴിവ് പോലെ ഈ ഒരു ഡ്രസ്സിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷെയ്ഡിങ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആകും. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ നിങ്ങളെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.